മഹനീയമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിയായ പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ, സംസ്ഥാന ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ്, കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, പ്രിയങ്കരനായ ഇരവിപുരം MLA ശ്രീ വിഷ്ണുമോഹൻ, കൊല്ലത്തിന്റെ ജനപ്രിയനായ നഗരപിതാവ് ശ്രീ AK ഹാഫീസ്, സംസ്ഥാന DGP ശ്രീ രവാദ ചന്ദ്രശേഖർ IPS, കൊല്ലം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ഉദയ സുകുമാരൻ കരുമാലിൽ, പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS, വാർഡ് കൗൺസിലർ ശ്രീമതി ഷൈനി, നമുക്ക് ഏവർക്കും സ്വാഗതമരളിയ ജില്ലാ പോലീസ് മേധാവി ശ്രീമതി ഹേമലത IPS, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായ ജനനേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ജ്വാലയിൽ അംഗങ്ങളായിട്ടുള്ള കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട തൂഫാൻ വാരിയേഴ്സായ അമ്മമാരെ, സഹോദരിമാരെ, കൊച്ചുകുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ്, അതിലേറെ സന്തോഷത്തോടു കൂടിയാണ്, അതിനും അപ്പുറമുള്ള ആശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ അടക്കമുള്ള കേരളത്തിലെ അമ്മമാർ എത്രയോ നാളുകളായ ആശങ്കയിലായിരുന്നു. കേരളത്തെ ലഹരി മാഫിയ കീഴടക്കുന്നത് കണ്ട് പലപ്പോഴും ഈ കൊല്ലമടക്കമുള്ള പല പ്രദേശങ്ങളിലും ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം കണ്ട് പോലീസ് സേനയോടും എക്സൈസ് സേനയോടുമൊക്കെ ഇത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങളും നിരവധി പ്രവർത്തനങ്ങളും നടത്തിയ പൊതുപ്രവർത്തകരിൽ ഒരാൾ തന്നെയാണ് ഞാൻ. കേരളത്തിലെ UDF സർക്കാർ പുതിയുഗ പിറവിയിലേക്ക് നടന്നെടുത്ത് അധികാരത്തിൽ മെയ് മാസം 18-ാം തീയതി വന്ന് ജൂൺ മാസം 2-ാം തീയതി സംസ്ഥാനത്തിന്റെ ഏറ്റവും ജനകീയനായ ആഭ്യന്തരമന്ത്രി, ഈ കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അഭിമാനം, സ്ത്രീകളുടെ രക്ഷകനായി വന്ന പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ നേതൃത്വത്തിൽ ജൂൺ മാസം 2-ാം തീയതി തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളില് സംസ്ഥാനത്തിനെ പൊതുയുഗത്തിലേക്ക് നയിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച പരിപാടിയുടെ, കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ പരിപാടിയുടെ കൊല്ലത്തെ നാം എത്തി നിൽക്കുമ്പോ ഇതിനോടകം തന്നെ ഞാൻ ഏറെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നു. കേരളത്തിലെ മുക്കിലും മൂലയിലും മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏറ്റെടുത്ത ഇതുപോലൊരു സർക്കാർ പരിപാടി ഇല്ല എന്ന നിസ്സംശയം പറയുവാൻ കഴിയും. അത്ര നല്ല രീതിയിൽ നടപ്പാക്കിക്കൊണ്ടു പോവുകയാണ് പ്രിയപ്പെട്ട ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ ഒരു ബിഗ് സല്യൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. കേരള പോലീസ് സാധാരണഗതിയില് പോലീസിന്റെ പ്രവർത്തനങ്ങളെ പലപ്പോഴും അമിതാധികാര പ്രവണതയടക്കം നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, അത് നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന ഏറ്റവും ഉദാത്തമായ പരിപാടിയിൽ കേരള പോലീസ് കാണിക്കുന്ന ജാഗ്രത, കേരള പോലീസ് എടുക്കുന്ന സമർപ്പണ ബുദ്ധി, ഈ കുറ്റാന്വേഷണം അടക്കമുള്ള കുറ്റങ്ങളെ നിയന്ത്രണം അടക്കമുള്ള നിരവധിയായ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ വഹിക്കുമ്പോഴും ഒരു ക്ഷീണവുമില്ലാതെ ഈ സമൂഹത്തെ കാർന്നതിന് ലഹരിയുടെ വേറിറക്കുവാൻ പോലീസ് കാണിക്കുന്ന ശുഷ്കാന്തിയെ വളരെ മുക്തകണ്ഠം പ്രശംസിക്കുവാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. നമുക്ക് പോരാടണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ലഹരിക്കും വിട്ടുകൊടുക്കാൻ നമുക്കാകില്ല. ഒരാ സ്ത്രീ എന്ന നിലയിൽ ചെറുപ്പകാലം മുതൽ ഞങ്ങളെയൊക്കെ വ്യക്തിപരമായ അത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും നമുക്ക് ചുറ്റും കാണുന്നത് ലഹരിയുടെ വ്യാപനം കൊണ്ട് എത്രയോ കുടുംബങ്ങൾ താറുമാറാകുന്നു, എത്രയോ കുഞ്ഞുങ്ങളുടെ ഭാവി പോകുന്നു. ഈ കൊല്ലം ബാറിൽ 15 വർഷക്കാലം വളരെ സീരിയസ് ആയി പ്രാക്ടീസ് ചെയ്ത ഒരു അഭിഭാഷകയായ എനിക്ക് കണ്ണു നനഞ്ഞല്ലാതെ കുടുംബ കോടതിയിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരു ദിവസവും കഴിഞ്ഞിട്ടില്ല. മറ്റു കോടതികളിൽ പോകുമ്പോൾ നിയമം മാത്രം നോക്കിയാൽ മതി. പക്ഷെ കുടുംബ കോടതിയിൽ ചെല്ലുമ്പോ അച്ഛനമ്മമാരുടെ പിണക്കം, ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം, ഇതിനിടയിൽ പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങൾ കണ്ട് നെഞ്ചുലയ്ക്കുന്ന വേദനയുമായാണ് പലപ്പോഴും ആ കോടതി ഹാളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. അതിന്റെയൊക്കെ കാരണങ്ങളിലേക്ക് പോകുമ്പോ ഭൂരിപക്ഷവും ലഹരിക്ക് അടിമപ്പെടുന്ന കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പുരുഷന്മാരുടേതാണ്. ഇന്ന് കേരളത്തിൽ സ്ത്രീയെന്നോ പുരുഷനോ ഇല്ലെന്ന വ്യത്യാസമില്ലാതെ അത്തരം ലഹരിക്ക് പലരും അടിമപ്പെടുമ്പോ ഒരു വേള സ്ത്രീകൾ കാരിയേഴ്സായി മാറുമ്പോ അതിനെതിരെ ജാഗ്രതയുണ്ടാകേണ്ട നമ്മുടെ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കണമെങ്കിൽ അതിൽ മുന്നിൽ നിൽക്കേണ്ട സ്ത്രീകളാണ്. ഒരമ്മ, ഒരു സ്ത്രീ നന്നായാൽ
ആ കുടുംബം നന്നാവും. ആ കുടുംബം നന്നായാൽ നാട് നന്നാവും, ലോകം നന്നാവും. തീർച്ചയായും ഈ ലഹരിയുടെ വേരറുക്കുവാനുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് രമേശ് ജിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചപ്പോ കേരളത്തിലെ മുഴുവൻ അമ്മമാരും സഹോദരിമാരും അതിന്റെ പിന്നിൽ വാരിയേഴ്സായി അണിനിരന്നിരിക്കുകയാണ്. ഈ പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. ആ ലക്ഷ്യപ്രാപ്തി എത്തുന്നത് വരെ നമുക്ക് അവിരാമമായി നിലനിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ